നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 744 744. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ രംഗനാഥശർമ്മണേ നമ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണി സത്യഭാമ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമ. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 744, 16-ാം സർഗം, ഉപാസനാകാന്ഡത്തിൽ 24-ൽ ആദ്യത്തെ 7 ഗുരുക്കന്മാർ. ആകെ 24 ഗുരുക്കന്മാർ പ്രകൃതിജന്യമായിട്ട്. അതിൽ ആദ്യത്തെ 7 ഗുരുക്കന്മാരെ പറ്റിയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ 15-ാം സർഗത്തിലെ 57-ാമത്തെ അവസാനത്തെ ശ്ലോകം പറയുണ്ടായി. അപ്പോൾ അതെന്തായിരുന്നു? ആമട്ടിൽ പരമവിനീതനാം മഹാത്മാവ് ആനന്ദ തികവതു കണ്ടലിഞ്ഞു നിൽക്കെ ആമന്ദം മടുമലർ മഞ്ജുളസ്മിതം പൂണ്ട് അത്രേയൻ മുനിവരൻ ഓതിനാൻ ഈ വണ്ണം എന്ന് പറഞ്ഞു. ഒന്നാമത്തെ ശ്ലോകം. വിശാലമാം പ്രപഞ്ചത്തിൽ അനേകം ഗുരുഭൂതരാം. ഈ വിശാലമായ പ്രപഞ്ചത്തിൽ അനേകം ഗുരുഭൂതന്മാരുണ്ട്. പക്ഷെ നമുക്ക് ആവശ്യമില്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു നിവൃത്തിയില്ല. വിചാരം ചെയ്തു കൈക്കൊണ്ടോരെനിക്കോർക്കിൽ മഹാമതേ. വിചാരം ചെയ്യുക, വികാരം കൊള്ളരുത്. വിചാരം ചെയ്ത് കൈക്കൊണ്ടോർ എനിക്ക് ഓർക്കിൽ മഹാമതേ. പഠിച്ചേൻ അവർ മൂലം ഞാൻ പല പാഠവും ആവിധം. പ്രകൃതിയിൽ നിന്ന് പല ഗുരുനാഥന്മാരിൽ നിന്നും ഞാൻ പലതും പഠിച്ചു എന്ന് അദ്ദേഹം കൺഫസ് ചെയ്യാണ്. പക്ഷേ പഠിച്ചേൻ അവർ മൂലം ഞാൻ പല പാഠവുമാവിധം ലോകവിഭ്രാന്തി വിട്ട് ഈ ഞാൻ യഥേഷ്ടം സഞ്ചരിക്കയാം. ഐ ആം ഓൺ ദി മൂവ് എന്നാണ് പറഞ്ഞത്. ലോകവിഭ്രാന്തി വിട്ട് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ലോകവിഭ്രാന്തി വിട്ട് ഈ ഞാൻ യഥേഷ്ടം സഞ്ചരിക്കയാം. കേട്ടാലും അവർ തൻ പേരും അങ്ങയോടുര ചെയ്തിടാം. കേട്ടാലും അവർ തൻ പേരും അങ്ങയോടുര ചെയ്തിടാം. ഭൂമിയും കാറ്റ് ആകാശം ചന്ദ്രൻ വന്നി ജലം രവി മാടപ്രാവ് പെരുമ്പാമ്പ് സമുദ്രം വണ്ട് പാറ്റയും ഗജവും മത്സ്യവും മാനും തേനെടുപ്പവൻ അർഭകൻ കുമാരി കുരുരിപ്പക്ഷി സർപ്പം ശരമണപ്പവൻ, അതായത് ബ്ലാക്ക് സ്മിത്ത്, ഇരുമ്പ് തച്ച് അസ്ത്രങ്ങൾ ഉണ്ടാക്കുന്ന ആള്. ശരമണപ്പവൻ വേട്ടാളൻ. പിങ്കളയും എട്ടുകാലിയും. ഇങ്ങനെ 24 ആളുടെ പേര് പറഞ്ഞു. ഒന്നുകൂടി പറയാം. ഭൂമിയും കാറ്റ് ആകാശം ചന്ദ്രൻ വന്നി ജലം രവി മാടപ്രാവ് പെരുമ്പാമ്പ് സമുദ്രം വണ്ട് പാറ്റയും ഗജവും മത്സ്യവും മാനും തേനെടുപ്പവൻ അർഭകൻ കുമാരി കുരുരിപ്പക്ഷി സർപ്പം ശരം അണപ്പവൻ വേട്ടാളിയൻ പിങ്കളയും എട്ടുകാലിയും. ഇങ്ങനെ എനിക്ക് 20 ഉം 4 24 ഗുരുക്കൾ ഇവരാം നൃപ. ഹേ രാജാവേ, എനിക്ക് മൊത്തത്തിൽ 24 ഗുരുക്കന്മാരുണ്ട്. കൊള്ളേണ്ടതല്ല തള്ളേണ്ടുന്നതും വേണ്ടുന്നതുമാതിരി. കൊള്ളേണ്ടതല്ല തള്ളേണ്ടുന്നതും വേണ്ടതുമാതിരി അല്ലേ? അപ്പോൾ ഓരോ ഗുരുനാഥന്മാരിൽ നിന്നും വേണ്ടത് നമ്മൾ പഠിക്കുക. ഇവരെ കണ്ടു ചിന്തിച്ചു പഠിച്ചുള്ളതുമോതിടാം. ഇവരെ കണ്ട് ചിന്തിച്ച് പഠിച്ചുള്ളതുമോതിടാം. വാസനയ്ക്കടിമപ്പെട്ടു വല്ലോർ വന്നാക്രമിക്കലും. വാസനയ്ക്ക് അടിമപ്പെട്ട് അല്ലേ
ഇപ്പോൾ കള്ള് കുടിച്ച് ബോധമില്ലാണ്ട് ഒരാൾ വന്ന് നമ്മളെ തുപ്പി അല്ലെങ്കിൽ നമ്മളെ തല്ലി എന്ത് ചെയ്യാൻ പറ്റും? അവൻ അങ്ങോട്ട് തല്ലിയിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. അവിടെയാണ് വ്യത്യാസം. അപ്പോൾ വാസനയ്ക്കടിമപ്പെട്ടുവല്ലോർ വന്നാക്രമിക്കലും ഇളകില്ല അത്തരം ശാന്തി ഭൂവിൽ നിന്നു പഠിച്ചു ഞാൻ. ഭൂമിയിൽ നിന്ന് ഞാൻ ക്ഷമ എങ്ങനെ വേണം എന്ന് പഠിച്ചു. പൃഥ്വീവികാരമാം കുന്നിൽ നിന്നും ഞാനതുമാതിരി അങ്ങിങ്ങുറവു നീർ കൊണ്ടു നനച്ചും മറ്റും മാവിധം പരോപകാരശീലം ഞാൻ പഠിച്ചേൻ പൃഥിവീപതേ. അങ്ങിങ്ങ് ഉറവു നീർ കൊണ്ടു നനച്ചും മറ്റും മാവിധം. ഭൂമിയിൽ ജലസ്രോതസ്സുകൾ ഉണ്ടാവുന്നത് ഭൂമിക്ക് വേണ്ടിയിട്ടല്ല, നമ്മളെപ്പോലെയുള്ള മനുഷ്യന്മാർക്ക് ജീവജാലങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അല്ലേ? പരോപകാരശീലം ഞാൻ പഠിച്ചേൻ പൃഥിവീപതേ. ഹേ രാജാവേ, പരോപകാരം ഇതം ശരീരം, ഈ ശരീരം ഉള്ള കാലം മറ്റുള്ളവർക്ക് ഉപകാരമായി ജീവിക്കണം എന്ന് ഞാൻ പഠിച്ചു എന്ന് പറയണു. ശരീരം കൂടി മറ്റുള്ളവർക്കർപ്പിച്ച് വാഴുകയാം മരം. മരത്തിൽ നിന്ന് ഞാൻ എന്താ പഠിച്ചത്? ശരീരം കൂടി മറ്റുള്ളവർക്ക് ഉപകാരമാവണം. അതായത് മരത്തിൻ്റെ ശരീരം എന്തിനാ? വാതിൽ പണിക്ക്, ഫ്രെയിം ഉണ്ടാക്കാൻ, പലകടിക്കാൻ, വിറകിന് ഇല്ലേ? ശരീരം കൂടി മറ്റുള്ളവർക്കർപ്പിച്ച് വാഴുകയാം മരം. മുറിച്ചാലും നനച്ചാലും അതിനൊന്നും ഒരേ നില. അതിനെ വെള്ളമൊഴിച്ച് വളർത്തിയാലും ശരി, അതിനെ കട്ട് ചെയ്താലും ശരി, അത് പ്രതികരിക്കണില്ല. മുറിച്ചാലും നനച്ചാലും അതിനെന്നും ഒരേ നില. പഠിച്ചേൻ അതിൽ നിന്നും ഞാൻ എന്തും മറ്റോർക്കു നൽകുവാൻ. പഠിച്ചേൻ ഞാൻ അതിൽ നിന്നും ഞാൻ എന്തും മറ്റോർക്കു നൽകുവാൻ. വായുവും രണ്ടു വിധമാണ്, അന്തരം ബാഹ്യമിങ്ങനെ. വായു അകത്തുമുണ്ട് പുറത്തുമുണ്ട് അല്ലേ? ശരീരത്തിൻ്റെ ഉള്ളിൽ വായുണ്ട്, ശരീരത്തിൻ്റെ പുറത്തും വായുണ്ട്. അപ്പോൾ പ്രാണനെ പോലെ ജീവിപ്പാൻ മാത്രം ആഹാരമാർന്നിടാം. ജീവിക്കാനുള്ള ആഹാരം കഴിക്കാവൂ, വയറ് ഓവർലോഡാക്കരുത്. പക്ഷേ അതാണോ ഇന്നത്തെ സ്ഥിതി? സൂപ്പർ സ്പെഷ്യാലിറ്റി ആസ്പത്രികൾ വരാൻ കാരണം എന്താ? നമ്മുടെ മിടുക്കില്ലായ്മ. അതാണ് അവരുടെ വരുമാനം അല്ലേ? അപ്പോൾ പ്രാണനെ പോലെ ജീവിപ്പാൻ മാത്രം ആഹാരമാർന്നിടാം. യോഗീന്ദ്രൻ ഇന്ദ്രിയ പ്രീതി നോക്കില്ല ആവിധം ആവുകിൽ. യോഗീന്ദ്രൻ ഇന്ദ്രിയ പ്രീതി നോക്കില്ല. നമ്മൾക്കോ അതേ ഉള്ളൂ. ശബ്ദാദി വിഷയം തേടി മനസ്സ് അങ്ങ് അലഞ്ഞിടും. മനസ്സിനെ നിയന്ത്രിക്കാൻ നമ്മൾ പഠിച്ചില്ല. ശബ്ദാദി വിഷയം തേടി മനസ്സ് അങ്ങ് അലഞ്ഞിടും. ഭക്തിജ്ഞാനാദി നേടേണ്ടും മുഖ്യ സാധനമാകയാൽ. നേടില്ല നമ്മൾ. നേരായാൽ ബുദ്ധിമുട്ടായില്ലേ? അതായത് ഒരു 1000 ജന്മം എടുക്കാം എന്ന് ശപഥം ചെയ്തവർ മുക്തിക്ക് വേണ്ടി പരിശ്രമിക്കില്ല. മുക്തി അത്യന്താപേക്ഷിതാണ്. പുനരഭിജനനം, മരണം വേണ്ട എന്ന് വെച്ചാലല്ലേ മുക്തിക്ക് വേണ്ടി പരിശ്രമിക്കൂ. ശബ്ദാദി വിഷയം തേടി മനസ്സങ്ങിങ്ങലഞ്ഞിടും. ഭക്തിജ്ഞാനാദി നേടേണ്ടും മുഖ്യ സാധനമാകയാൽ മാത്രം ശരീരം രക്ഷിച്ച് വളർത്തും യോഗി പുങ്കവൻ. മാത്രം ശരീരം രക്ഷിച്ചു വളർത്തും യോഗി പുങ്കവൻ. അധികം തടി വയ്ക്കില്ല, ആവശ്യമില്ല. ഇഷ്ടാനിഷ്ടങ്ങളാം ഇന്ദ്രിയാർത്ഥങ്ങൾ പലതും മുനി. ഇഷ്ടവും അനിഷ്ടവും ങ്ങളാം ഇന്ദ്രിയാർത്ഥങ്ങൾ പലതും മുനി. കൈക്കൊണ്ടാലും വായുവേ പോലൊട്ടില്ല അവയിൽ ഒന്നിലും. വായുവിനെ പോലെ കൈക്കൊണ്ടാലും വായുവെ പോലെ ഒട്ടില്ല അവയൊന്നിലും. നല്ല മണം എത്ര കാലം നിൽക്കും? ദുർമണം എത്ര കാലം നിൽക്കും? വളരെ കുറച്ച് കാലം അല്ലേ? അപ്പോൾ അതേപോലെ ഒന്നിലും ഒട്ടരുത്. സംഘം വേണ്ട, നിസ്സംഗനായിട്ട് ജീവിക്കുക. ഒന്നിലും ഒട്ടണ്ട. ഭാര്യ, ഭർത്താവ്, വീട്, ആശാപാശ വിമോഹിത. ആശാപാശങ്ങളിൽ നിന്ന് രക്ഷപ്പെടണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ
ഇഷ്ടാനിഷ്ടങ്ങളാം ഇന്ദ്രിയാർത്ഥങ്ങൾ പലതും മുനി കൈകൊണ്ടാലും വായുവെ പോലൊട്ടില്ല അവയിലൊന്നിലും മാറി മാറി വരും ദേവം മർത്യാദി പല ദേഹവും. ദേവനായിട്ടും മർത്യനായിട്ടും മറ്റ് പല ജീവികളായിട്ടും മാറി മാറി കർമ്മത്തിനനുസരിച്ച് ശരീരം മാറും, ആത്മാവ് മാറില്ല. ഉൾപ്പൂകിടുകിലും ദേവൻ മനുഷ്യൻ കൃഷൻ ഈ വിധം ഗുണങ്ങൾ മുട്ടി നിന്നാലും അത്തരം ഭാവമാർന്നിട. അപ്പോൾ ദേവനായാൽ അല്ലെങ്കിൽ ദരിദ്രനായാൽ കരയൂല, സമ്പന്നനായാൽ ചിരിക്കൂല. അതേമാതിരി ഇരുന്നാൽ മതി എന്നാണ്. ഒന്നിലും സംഘം വേണ്ട. ആത്മാവിൽ തന്നെ മോദിപ്പോൻ. അവന് സ്ത്രീക്ക് പുരുഷനോ പുരുഷന് സ്ത്രീയോ വേണ്ട, ആത്മാവുണ്ടായാൽ മതി. സ്ത്രീക്ക് അതായത് പുരുഷനേത് ആത്മാവിൽ രമിക്കാൻ സാധിച്ചാൽ എല്ലാം ആയി എന്നാണ് പറഞ്ഞത്. ആത്മാവിൽ തന്നെ മോദിപ്പോൻ വായുഗന്ധത്തെ മാതിരി ആകാശം പോലെ സർവത്ര നിറഞ്ഞിടിലും ഏതിലും. ആകാശം പോലെ സർവത്ര നിറഞ്ഞിടിലും ഏതിലും അസംഗൻ, സങ്കല്യ അസംഗൻ അപരിച്ഛിന്നൻ, പിരിക്കാൻ പറ്റില്ല, അപരിച്ഛിന്നൻ ആത്മാവെന്നോർത്തു കാണൂ ഞാൻ. ആത്മാവിനെ വിഭജിക്കാൻ പറ്റില്ല. ഇൻഫിനിറ്റിനെ എങ്ങനെ വിഭജിക്കുക? പരമക്ഷയോ. അപ്പോൾ അസംഗൻ അപരിച്ഛിന്നൻ ആത്മാവെന്നോർത്തു കാണൂ ഞാൻ. കാലത്താൽ ഉളവാം ദേഹാദികൾ മുട്ടില്ല ജീവനിൽ. കാലത്താൽ സമയം, കാലാഹി കാലപുരുഷൻ. കാലത്താൽ ഉളവാം ദേഹാദികൾ മുട്ടില്ല ജീവനിൽ. കാറ്റാൽ കാർ മിന്നൽ തൊട്ടുള്ളത് ആകാശത്തിങ്കൽ മാതിരി. കാറ്റ്, മഴ, പിന്നെ മേഘങ്ങൾ, മിന്നൽ, ഇടിമിന്നൽ തൊട്ടുള്ളത് ആകാശത്തിങ്കൽ മാതിരി. പേർ കൊണ്ടുപോലും തെളിവും തണുപ്പും പരിശുദ്ധിയും ഒന്നും ബാധിക്കില്ല ആകാശം പോലെ. എന്തൊക്കെയാണ് പറഞ്ഞത്? അപ്പോൾ പേർ കൊണ്ടുപോലും തെളിവും തണുപ്പും പരിശുദ്ധിയും ആർക്കും മേകിടുവാൻ തീർത്ഥത്തിങ്കൽ നിന്നു പഠിച്ചു ഞാൻ. ജലത്തിൽ നിന്ന് ഞാൻ എന്താ പഠിച്ചത്? തണുപ്പും തെളിവും, തെളിവുണ്ട്, തണുപ്പുണ്ട്, പരിശുദ്ധിയുണ്ട്. ആർക്കുമേകിടുവാൻ തീർത്ഥത്തിങ്കൽ നിന്നു പഠിച്ചു ഞാൻ. കുടിക്കാൻ ദാഹമുള്ളവർക്ക് വെള്ളം സുലഭമാണ് അല്ലേ? അപ്പോൾ ആർക്കും മേകിടുവാൻ, ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്ര ഒരു വ്യത്യാസമില്ല. തപസ്സും ക്ഷമയും മറ്റും തിങ്ങും തേജസ്വിയാം മുനി. ഒരു ഋഷി അല്ലെങ്കിൽ ഒരു മുനി തപസ്സും ക്ഷമയും മറ്റും തിങ്ങും തേജസ്വിയാം മുനി. എന്തു തന്നെ ഭുജിച്ചാലും ദഹിപ്പിക്കുന്ന വന്യാം. വന്നി തീയ, ജഡരാഗ്നി എന്ന് പറയും. ജഡം എന്ന് ജഡരാഗ്നി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വയറ്റിലുള്ള അഗ്നി. എന്ത് കഴിച്ചാലും, മാംസം കഴിച്ചാലും പച്ചലകൾ കഴിച്ചാലും ഇല്ലേ, എന്തു തന്നെ ഭുജിച്ചാലും ദഹിപ്പിക്കുന്ന വന്യാം. പാപം ചെയ്താൽ പോലും ഏൽക്കില്ല അത്തരം യോഗി പുങ്കവൻ. യോഗിനെ സംബന്ധിച്ചിടത്തോളം ഒരു വല്ല ഇലയോ കായോ എന്ത് കിട്ടിയാലും കഴിക്കും. ഇനി ഒന്നും കിട്ടിയില്ലെങ്കിലും വിശപ്പ് അദ്ദേഹത്തിന് പ്രശ്നമല്ല. ആരാനും ആജ്യാഹുതികളാധരത്തോടെ നൽകുകിൽ. ആരാനും, ആരെങ്കിലും മലര്, നെയ്യ്, ധാന്യങ്ങൾ എന്ത് തന്നെ ആഹൂതി ഇട്ടാലും തീയെ അതിനെ അശിക്കും. മാഹാത്മ്യം മൂടിയും മറ്റും ചിലപ്പോൾ ഒട്ടുകാട്ടിയും. ചിലപ്പോൾ വെണ്ണീറിൽ കനൽ കാണാണ്ടിരിക്കും, ചിലപ്പോഴോ ഭീകരമായിട്ട് തെളിമ കാട്ടുതീ. ഒരാൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആരാനും ആജ്യാഹുതികളാദരത്തോട് നൽകുകിൽ മാഹാത്മ്യം മൂടിയും മറ്റും ചിലപ്പോൾ ഒട്ടുകാട്ടിയും. മുമ്പും പിമ്പും അവർ കൊണ്ടാം പാപമാകെ അകറ്റുവാൻ. അല്ലേ? മുമ്പ് പാപം ചെയ്തിട്ടുണ്ടാവും, പിമ്പ് പാപം ചെയ്യുന്നവരുണ്ടാവും. മുമ്പും പിമ്പും അവർ കൊണ്ടാം പാപമാകെ അകറ്റുവാൻ.
കൈകൊള്ളും അഗ്നി പോലാം മുനിയെന്നും പഠിച്ചു ഞാൻ. അപ്പം മുനിക്ക് വേണ്ടത് സ്വീകരിക്കും, വേണ്ടാത്തത് സ്വീകരിക്കില്ല. കൈക്കൊള്ളും അഗ്നിയെ പോലാം മുനിയെന്നും പഠിച്ചു ഞാൻ. വിശ്വാത്മാവിൽ മനുഷ്യാദി വിപ്രശൂദ്രാദി ഭേദവും. ശരീരത്തിന് മാത്രം പൂണൂലുണ്ടോ ഇല്ലയോ? കയ്യിൽ അമ്പും വില്ലുണ്ടെങ്കിൽ ക്ഷത്രിയൻ എന്ന് പറയാം. കച്ചവടക്കാരൻ തലയിൽ കട്ടായിട്ട് വരികയാണെങ്കിൽ അവൻ കച്ചവടക്കാരനാണെന്ന് പറയാം. പക്ഷേ ആത്മാവിന് ഈ ഭേദമില്ല. ബ്രാഹ്മണ, ക്ഷത്ര, വൈശ്യ, ശൂദ്ര, സ്ത്രീ, പുരുഷ വ്യത്യാസമില്ല. വിശ്വാത്മാവിൽ മനുഷ്യാദി വിപ്രശൂദ്രാദി ഭേദവും പുറമേ കാൺമതാം ഓരോരോ ഉപാധികൾ നിമിത്തമാം. ഉപാധികളെ കൊണ്ട് പറയണമെന്നല്ലാണ്ട് ആത്മാവിൽ അങ്ങനെ ഒരു വ്യത്യാസമില്ല. വളവും നീളവും മറ്റും വിറകിൻ്റേതു വന്നിയിൽ. വളവുള്ള മരം അല്ലെങ്കിൽ വിറക്, നീളമുള്ള വിറക്, മറ്റും വിറകിൻ്റേത് വന്നിയിൽ തോന്നുന്നു പോലാം ജീവങ്ങൾ നാനാഭേദങ്ങൾ കാണുന്നതും. പല പല ഭേദങ്ങൾ കാണുന്നത് ഏതുപോലെയാ? കത്തിക്കൊണ്ടിരിക്കുന്ന വിറകിൻ്റെ നീളവും വലുപ്പവും തിരിച്ചിലും മറിച്ചിലും വളവും അതേപോലെയുള്ളൂ എന്നർത്ഥം. വളവും നീളവും മറ്റും വിറകൻ്റേതു വന്നിയിൽ തോന്നുന്ന പോലാം ജീവങ്ങൾ നാനാഭേദങ്ങൾ കാണുന്നതും. ജനനാദികൾ ആത്മാവിനില്ല. ജനന മരണം ആത്മാവിനില്ല, ശരീരത്തിനേ ഉള്ളൂ. ദേഹത്തിൽ മാത്രമാം കുട്ടി ജനിച്ചു, കുട്ടി മരിച്ചു. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, ആത്മാവിന് പ്രകടമാവാൻ ഒരു ശരീരം വേണം. അല്ലെങ്കിൽ ആത്മാക്കൾ ഈ അറ്റ്മോസ്ഫിയർ കണ്ടീഷനിലുണ്ട്, പക്ഷെ നമുക്കറിയണില്ല. ജനനാദികളാത്മാവിനില്ല, ദേഹത്തിൽ മാത്രമാം വൃദ്ധിക്ഷയം ചന്ദ്രനില്ല, കലകൾ കാണതൊക്കെയും. ശരിക്കുള്ള ചന്ദ്രന് തളർച്ചയും വളർച്ചയും ഇല്ല, പക്ഷേ ഭൂമിയിലിരിക്കുമ്പോൾ നമുക്ക് അറിയണമെന്ന് മാത്രം. മനസ്സിലാക്കാം. അപ്പോൾ പറഞ്ഞു അപ്പോൾ ദേഹാദികളിൽ ഉൽപ്പത്തി നാശങ്ങൾ നിമിഷം പ്രതി. ദേഹാദികൾ, ദേഹം വരണു, ഇല്ലാണ്ടാവണം. അതാണ് ഉൽപ്പത്തി നാശങ്ങൾ നിമിഷം പ്രതി ഉണ്ടാവതറിയാം മൂടൻ ആത്മാവിൽ നിന്നു കാണുകയാം. അപ്പോൾ ഈ ശരീരം ജനിച്ചു, ശരീരം മരിച്ചു. അപ്പോൾ നമ്മളെന്താ വിചാരിക്കണത്? ശരീരമാണ് ജനിക്കണത്, മരിക്കണത്. പക്ഷെ അത് ആത്മാവിൻ്റേതാണ് നമ്മൾ തെറ്റിദ്ധരിക്കണമെന്നാണ്. നോക്കൂ, ഇപ്പോൾ എൻ്റെ അച്ഛൻ മരിച്ചിട്ട് 50 വർഷത്തിൽ മീതിയായി. പക്ഷേ ഇന്ന് ഞാൻ ശ്രീ രംഗനാഥ ശർമ്മണ എന്ന് പറഞ്ഞ് സന്തോഷിക്കുകയാണ്. കാരണം എന്താ? അത് മനസ്സിൻ്റെ വ്യാപാരമാണ്. അപ്പോൾ ദേഹാദികളിൽ ഉൽപ്പത്തി നാശങ്ങൾ നിമിഷം പ്രതി ഉണ്ടാവത് അറിയാ മൂഢൻ ആത്മാവിനെന്നു കാണുകയാം. വരവും പോക്കും അഗ്നിക്ക് അല്ല, അതിൽ ജ്വാലയ്ക്കു മാത്രമാം. തീയിൻ്റെ ജ്വാലയാണ് വരുന്നതും പോണതും. കത്താനുള്ള ഇന്ധനം ഏതിലുണ്ട്? മരത്തിലുണ്ട്, വിറകിലുണ്ട്. പക്ഷെ അഗ്നിയായിട്ട് സാമ്യം പ്രാപിച്ചാൽ മാത്രമേ കത്തുള്ളൂ. ആ ഇന്ധനശേഷി കഴിഞ്ഞാൽ അത് കെട്ട് ചാമ്പലാവും ചെയ്തു. സൂര്യൻ്റെ മട്ടിൽ ഔചിത്യം കണ്ടറിഞ്ഞ് ഇന്ദ്രിയങ്ങളാൽ. സൂര്യൻ്റെ മട്ടിൽ ഔചിത്യം അല്ലേ? വിശക്കുമ്പോൾ എനിക്ക് ചോറ് തരുമോ ചോദിക്കാൻ മാനാപമാനങ്ങൾ വേണ്ട, ഔചിത്യമാണത്. അമ്മയോടാണെങ്കിലും അച്ഛനോടാണെങ്കിലും ശരി, വഴികൂടെ പോളവരോടാണെങ്കിലും ശരി. സൂര്യൻ്റെ മട്ടിൽ ഔചിത്യം കണ്ടറിഞ്ഞ് ഇന്ദ്രിയങ്ങളാൽ വെള്ളം വലിച്ചെടുത്തേടും വർഷിക്കും വേണ്ടിടങ്ങളിൽ. സൂര്യകിരണങ്ങളെ കൊണ്ട് ജലാശയങ്ങൾ വെള്ളത്തെ നീരാവിയാക്കി മേപ്പെട്ട് കൊണ്ടുപോകും. തണുത്ത കാറ്റടിക്കുമ്പോൾ കാർമേഘങ്ങൾ നിന്ന് വെള്ളം താഴത്തേക്ക് വീഴും. അത് ദൈവം ഒരു സിസ്റ്റം ഉണ്ടാക്കി വെച്ചതാണ്. വെള്ളം വലിച്ചെടുത്തേടും വർഷിക്കും വേണ്ടിടങ്ങളിൽ. വിഷയം സ്വീകരിച്ചാലും സഞ്ചരിച്ചാലും ആയതിൽ നേടിനേൻ നൽകിനേൻ
നേടിനേൻ ഞാൻ എനിക്ക് കിട്ടി, ഞാൻ കൊടുത്തു. നീ 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 മട്ട് അഭിമാനിച്ചിട, ഈ മട്ട് അഭിമാനിച്ചിട. സൂര്യൻ പറയുന്നുണ്ടോ ഞാൻ ഇത്ര വെള്ളം നീരാവിയാക്കി, ഇത്ര മഴ തന്നു, അതിൻ്റെ കണക്ക് നിങ്ങൾക്കറിയോ എന്ന് എപ്പോഴെങ്കിലും സൂര്യൻ ചോദിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ നേടിനേൻ നൽകിനേൻ ഈ മട്ട് അഭിമാനിച്ചിടാ മഹാൻ. സൂര്യനെ പോലെ അച്ഛനമ്മമാർ നമ്മൾക്ക് ചിലവായ കാശ് എഴുതി വെച്ചിട്ടുണ്ടോ? പക്ഷെ നമ്മൾ കൊടുത്താൽ കാശ് കണക്കുണ്ട് അല്ലേ? എപ്പോൾ കല്യാണം കഴിഞ്ഞവരെ പറയില്ല ആൺമക്കൾ, കല്യാണം കഴിഞ്ഞാൽ ചോദിക്കും. കാരണം എന്താ? ഭാര്യനെ ബോധിപ്പിക്കണം. ഞാൻ വെറുതെ പറഞ്ഞതല്ല, വളരെ ഗൗരവമായിട്ടാണ് ഞാൻ പറഞ്ഞത്. വിശ്വാത്മാവിനെ മർത്യാദി ശരീരത്തിൽ വെറും ജനം പലതായോർപ്പു. ഏതുപോലെ? വെള്ളത്തിൽ 100,000 ഇടങ്ങളിൽ. വെള്ളത്തിൽ സൂര്യൻ ബിംബം എത്ര പാത്രം വെച്ചിട്ടുണ്ട്, അത്രയും പാത്രത്തിൽ സൂര്യൻ പ്രതിഫലിക്കുന്നുണ്ട് ഇല്ലേ? പലതായോർപ്പു വെള്ളത്തിൽ 100,000 ഇടങ്ങളിൽ. സൂര്യബിംബത്തെ വെവ്വേറെ കാണും കുട്ടികൾ പോലവേ അല്ലേ? ഇപ്പോൾ നമ്മൾ തീവണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ ആകാശത്ത് ചന്ദ്രൻ നമ്മോടൊപ്പം യാത്ര ചെയ്യണമായിട്ട് തോന്നും നമുക്ക്. അങ്ങനെയാണ്. അപ്പോൾ പലതായോർപ്പു വെള്ളത്തിൽ 100,000 ഇടങ്ങളിൽ. സൂര്യബിംബത്തെ വെവ്വേറെ കാണും കുട്ടികൾ പോലവേ. ആകയാൽ ഇളകും മായും പ്രതിബിംബശതങ്ങളിൽ. പ്രതിബിംബം 100 പ്രതലത്തിൽ വരും പോവും, പക്ഷേ ശരിക്കുള്ള സൂര്യൻ അവിടെ തന്നെ ഉണ്ട്. ആകയാൽ ഇളകും മായും പ്രതിബിംബശതങ്ങളിൽ. വിശ്വസിച്ചൊന്നിലും സ്നേഹം മുറിപ്പിക്കായൊരിക്കലും. അത് വലിയൊരു വേദാന്ത സത്യ. വിശ്വസിച്ച് ഒന്നിലും സ്നേഹം ഉറപ്പിക്കാക ഒരിക്കലും. ഈശ്വരനിൽ മാത്രം ഉറപ്പിക്കാം. അച്ഛൻ, അമ്മ, കുട്ടികൾ, ഭാര്യ, ഭർത്താവ് ഒക്കെ സങ്കടം തരുന്ന കാര്യങ്ങളാണ്. കാരണം മനുഷ്യൻ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം പോലും ചതിക്കപ്പെടും. ഉള്ളതില്ല എന്ന് പറയും, ഇല്ലാത്തതുണ്ട് എന്ന് പറയും. മായാണത്. ഫറോഷയോ. അപ്പോൾ സ്നേഹത്താൽ, അപ്പോൾ വിശ്വസിച്ചൊന്നിലും സ്നേഹം ഉറപ്പിക്കാക ഒരിക്കലും. സ്നേഹത്താൽ ഉലകിൽ അധപ്പതിച്ച, സ്നേഹം കൊണ്ട് ലോകത്തിൽ അധപ്പതിച്ച വിദ്വാൻമാരുടെ കഥകൾ കുറേ ഉണ്ടെന്നാണ് പറഞ്ഞത്. മാടപ്രാവിൻ നൽ ചരിതവും ഒന്നു ചൊല്ലിടാം ഞാൻ. സ്നേഹത്താൽ ഉലകിൽ അധപ്പതിച്ച മാടപ്രാവിൻ നൽ ചരിതവും ഒന്ന് ചൊല്ലിടാം ഞാൻ. കേട്ടാലും എതിർനിർപതേ മനുഷ്യൻ ആ മട്ട് അവയ്ക്കെന്നറിയണം ഓർത്തു മാമുനീന്ദ്രൻ. കേട്ടാലും യതു നൃപതേ മനുഷ്യൻ ആ മട്ടാവായകയെന്ന്. മനുഷ്യൻ അതേപോലെ ആവരുത്, ഈ പ്രാവിനെ പോലെ ആവരുതെന്നാണ് പറഞ്ഞത്. ഓർത്തു മാമുനീന്ദ്രൻ. ഇതി ശ്രീകൃഷ്ണകഥാമൃതേ കലികൽമഷനാശനെ ഉപാസനാകാണ്ഡേ ഷോഡശസർഗഃ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. അവിടെ നിർത്താം. നമ്മൾക്ക് അടുത്ത ദിവസം 17-ാം സർഗം, ആ മാടപ്രാവിൻ്റെ കഥ മുതൽക്ക് നോക്കാം കേട്ടോ. അപ്പോൾ 744 എന്ന് പറഞ്ഞാൽ അടുത്ത ഇത് 745. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം ലോകാസമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന എന്ന് സ്മരിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.